2015 ഇന്നോവയുടെ എയർ ബാഗ് രണ്ടും ഓപ്പൺ ആയിക്കണം. ഇത് സ്റ്റിയറിംഗ് തന്നെ എയർ ബാഗാണ്. അതേമാതിരി തന്നെ പാസഞ്ചറുടെ സൈഡിൽ തന്നെ എയർ ബാഗാണ്. ഇത് ഓപ്പൺ ആയിക്കണം. ഇതിൻ്റെ ആക്സിഡൻ്റ് ആയതാണ്. അപ്പോൾ ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അതേമാതിരി പാസഞ്ചർ സൈഡ് എയർ ബാഗും റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എയർ ബാഗിൻ്റെ സിസ്റ്റം ഈ മേലത്തെ യൂണിറ്റ് അയക്കണം. മേലത്തെ യൂണിറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഇതിലൊരു സ്ക്രൂ വരും. ഇതേമാതിരി സ്ക്രൂ ഒന്ന് തയ്ക്കുക. അതേമാതിരി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇത് സ്ക്രൂ ഉണ്ടാവും. ശരിക്കും തിരിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റും കാണിക്കും. 2 സ്ക്രൂ അയച്ചെടുത്ത് കഴിഞ്ഞാൽ നേരെ ഇത് വേറെടുത്തതിന് ശേഷം നേരെ ഉള്ളിൽ വരുന്നൊരു കപ്ലെയറുണ്ട്. ഈ കപ്ലെയർ ഇതിലെ വരിക, നേരെ ഇതിലേക്ക് വരും. അത് നേരെ വേറെടുത്താൽ ഇതാണ് നമ്മളെ എയർ ബാഗ്. ഡ്രൈവർക്കുള്ള എയർ ബാഗിൻ്റെ അത് ഓപ്പൺ ആയിക്കാണ്. ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളെ സ്റ്റിയറിംഗ് വീൽ അയക്കണം. സ്റ്റിയറിംഗ് വീൽ അയക്കണമെങ്കിൽ നമ്മൾ ഈ 17 ബോൾട്ട് ആദ്യം ഞെട്ടയക്കണം. ഞാൻ ലൂസാക്കി ഇട്ടതാണ്, അതിന് അയച്ച് വെച്ചേക്കണം. ആദ്യമായിട്ട് അയക്കുകയാണെങ്കിൽ ഇതേമാതിരി 2 പൊട്ട് കൊടുക്കുക. പൊട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നേരെ സ്റ്റിയറിങ് അയച്ചാൽ കിട്ടും. നേരെ സ്റ്റിയറിങ് അയച്ചതിന് ശേഷം അത് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് ക്ലോക്ക് സ്പ്രിങ് ഇതെന്തായാലും മാറ്റണം. എയർ ബാഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ക്ലോക്ക് സ്പ്രിങ് എന്തായാലും മാറ്റണം. ഇത് കറക്റ്റ് 5 ഇതിലൊന്നും രീതിയിൽ കാണിക്കുന്നുണ്ടാവും. എത്ര ചുറ്റാണെന്ന് കറക്റ്റ് 5 ഓപ്പോസിറ്റും ആ ലെവൽക്കാണ് വെക്കേണ്ടത്. അത് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ലോക്ക് വരും. ഇവിടെ ഒരു ലോക്ക്, ഇതിലെ ലോക്ക്. ഈ 3 ലോക്കും എടുത്തതിന് ശേഷം കപ്ലെയർ 3 ഊരുക. നേരെ ഇത് റിമൂവ് ചെയ്യുക. ഇതിൽ ഓപ്പൺ ആക്കുക. നേരെ ഓപ്പൺ ആക്കി നേരെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ. ഇത് മാറ്റേണ്ട സാധനമാണ്. ഇതാണ് നമ്മൾ ക്ലോക്ക് സ്പ്രിങ്. ഇത് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ എയർ ബാഗ് ലൈറ്റ് കത്തും, ഓൺ അടിയാതിരിക്കും എന്നൊക്കെ പറയും. എയർ ബാഗ് പൊട്ടിയ കാരണം കൊണ്ട് ഇത് മാറ്റിയാണ്. ഓക്കെ, നമ്മുടെ സ്റ്റിയറിംഗ് വരുന്ന എയർ ബാഗിൻ്റെ യൂണിറ്റ് വേണത് 1. പാസഞ്ചർ സൈഡിൽ വരുന്ന എയർ ബാഗിൻ്റെ യൂണിറ്റ്, അതായത് ഈ സൈഡ് വരുന്ന എയർ ബാഗാണത്. ഓക്കെ, ഇതും കൂടെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം ക്ലോക്ക് സ്പ്രിങ്ങും. ഓക്കെ, ഇതും റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമ്മളെ വർക്ക് നിർത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള സെറ്റ് ചെയ്യാം. നമ്മൾ പുതിയ സാധനമാണ്. അത് നേരെ ഈ പുതിയ സാധനം വാങ്ങുമ്പോൾ ലോക്കുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നേരെ എടുത്തിട്ട് നേരെ 3 ലോക്കും കണക്റ്റാക്കിയിട്ട് നേരെ സ്റ്റിയറിംഗ് എപ്പോഴും സെൻറ്ററാക്കി നിർത്തുക. 2 ടയറും സെൻറ്ററാക്കി നിർത്തി കഴിഞ്ഞാൽ നേരെ സ്റ്റിയറിംഗ് സെൻറ്ററായിരിക്കും. അത് നേരെ കപ്ലർ നേരെ മേലേക്ക് വരുന്ന മാതിരി ലോക്ക് ചെയ്യുക. അതിന് ശേഷം ബാക്കിയുള്ള ഫിറ്റിങ്സ് കഴിഞ്ഞിട്ട് ദൂരുക. അതല്ല നമ്മൾ ഈ സ്റ്റിയറിംഗ് എന്തെങ്കിലും കാരണത്തിന് അയച്ച് ക്ലോക്ക് സ്പ്രിങ് അയക്കേണ്ടി വരുന്ന സമയത്ത് ഈ സാധനം ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ 14,500 റുപ്പി വരുന്നുണ്ട്. സാധനത്തിന് വില വരുന്നുണ്ട് പുറത്ത്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. അതൊന്നും 2, 3 വട്ടം നമ്മൾ അറിയണോട് ചെയ്യണത് കണ്ടിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ക്ലോക്ക് സ്പ്രിങ് അധികമായി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റേണ്ടി വരും. അപ്പോൾ അതിക്കും വെച്ചും ഒരു 2-3 വട്ടം എക്സ്പീരിയൻസിലോട് ചെയ്യിച്ച് കാണിച്ചതിന് ശേഷം പഠിച്ചതിന് ശേഷം മനസ്സിലായതിന് ശേഷം ഇത് മാറ്റുക. അതായിരിക്കും ബെറ്റർ. പിന്നെ പുതിയത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് എടുക്കാതെ ഫിറ്റ് ചെയ്യുക. നേരെ മേൽക്കാക്കുക. സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിൽ കൂടെ അതിങ്ങനെ വരുന്ന മാതിരി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. എല്ലാ ഭാഗങ്ങളും ഓക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം നേരെ ഇതിൻ്റെ ലോക്കൊന്ന് വലിച്ചു പിടിച്ച് ലോക്ക് ചെയ്യുക. അതേമാതിരി മേലത്തെ കപ്പും ലോക്ക് ചെയ്യുക. ഇത് 2 കണക്ട് ചെയ്യണം. അത് ക്ലോക്ക് സ്പ്രിങ്ങും അതേമാതിരി എയർ ബാഗിൻ്റെ യൂണിറ്റും മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, ഇനി മീറ്റർ കവർ ഫിറ്റ് ചെയ്യണം. ബാക്കി എയർ ബാഗിൻ്റെ പാസഞ്ചർ സൈഡും പാടെ മാറ്റുകയാണ്. പാസഞ്ചർ സൈഡ് എയർ ബാഗ് സിസ്റ്റം മാറ്റാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ അടിയത്തെ ഈ കവർ നേരെ വലിച്ചു കഴിഞ്ഞാൽ ഈ കവർ പോരും. അതേമാതിരി തന്നെ 4 സ്ക്രൂ, ഇതിനുള്ളിൽ 4 സ്ക്രൂ. ഈ 4 സ്ക്രൂ വെച്ചിട്ട് ഈ പീസ് മെല്ലെ എടുക്കുക. 4 പീസ് വെച്ച് കഴിഞ്ഞാൽ നേരെ എയർ ബാഗിൻ്റെ ഈ 12 ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം യൂണിറ്റ് നേർക്ക് പോരും. ഓക്കെ, ഈ യൂണിറ്റാണ് ഇതിൽ കയറ്റേണ്ട യൂണിറ്റ്. ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. ഓക്കെ, 2 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നേരെ അടിയിൽ നേരെ കപ്ലെയർ. ഈ കപ്ലെയർ അയച്ചു കഴിഞ്ഞാൽ നേരെ എയർ ബാഗ് സിസ്റ്റം പൊക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. നേരെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇത് എയർ ബാഗ് സിസ്റ്റം പാസഞ്ചർ സൈഡ് ഓപ്പൺ ആയതാണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ 2 സൈഡും എയർ ബാഗ് സെറ്റിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതേപോലത്തെ ഉള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.